ജീവിതം വളരെ ചലഞ്ചിങ് ആവാം. നമ്മളെല്ലാവരും പെയിൻ അനുഭവിക്കുന്നുണ്ട്. അതിപ്പോൾ ഫിസിക്കൽ പെയിൻ ആവാം, ഓർ മെൻ്റൽ ഇമോഷണൽ പെയിൻ ആവാം. ചിലപ്പോൾ നമുക്ക് വളരെ പ്രിയപ്പെട്ട ആരെങ്കിലും നഷ്ടമായിട്ടുണ്ടാവാം, അല്ലെങ്കിൽ നമ്മളിൽ നിന്ന് എക്സ്പെക്റ്റ് ചെയ്തത് ചിലപ്പോൾ ചെയ്തു കൊടുക്കാൻ സാധിക്കാതെ പോയിട്ടുണ്ടാവാം. ആൻഡ് ഇത്തരത്തിലുള്ള മൊമെൻറ്റ്സ് ഒക്കെ നമ്മളെ വളരെയധികം ഒറ്റപ്പെടുത്താം, ഭയപ്പെടുത്താം. ബട്ട് ഒരു കാര്യം ഞാൻ പറയാം, ഈ സ്ട്രഗിൾ ചെയ്യുന്ന മൊമെൻറ്റ്സിലാണ് നമ്മളുടെ ട്രൂ പവർ, നമ്മുടെ ശരിക്കുള്ള സ്ട്രെങ്ത് തിരിച്ചറിയാൻ സാധിക്കുക. പെയിൻ എന്ന് പറയുന്നത് ഒരു എൻഡിങ് പോയിന്റ് അല്ല, പകരം ഒരു സ്റ്റെപ്പിംഗ് സ്റ്റോൺ ആണ്. ഒന്ന് ആലോചിച്ച് നോക്ക്, നിങ്ങൾ ഇന്ന് ആരാധിക്കുന്ന ഏതൊരു അത്ലീറ്റും വളരെയധികം പെയിൻ അനുഭവിച്ചവരാവും. മസിൽ ടിയേഴ്സ്, ഇഞ്ചുറീസ്, സെറ്റ് ബാക്സ്. ബട്ട് എന്നാലും അവർ പുഷ് ചെയ്തുകൊണ്ടേയിരിക്കും. ആ പെയിനിനെ പവറാക്കി മാറ്റും, ഡിറ്റർമിനേഷൻ ആക്കി മാറ്റും. അവരുടെയൊക്കെ ജേണി നമ്മൾ ഓർമ്മപ്പെടുത്തുന്ന ഒരു കാര്യമുണ്ട്. ഡിസ്കംഫോർട്ട് എന്ന് പറയുന്നത് നമ്മുടെ പ്രോസസ്സിൻ്റെ ഒരു പാർട്ടാണ്, അത്യാവശ്യമായിട്ടുള്ള ഒരു ഭാഗമാണ്. അതിലൂടെ പുഷ് ചെയ്യുമ്പോഴാണ് നിങ്ങൾ വളരുക. ചിലപ്പോൾ നിങ്ങൾ ഹാർട്ട് ബ്രോക്കൺ ആയിട്ട് നിൽക്കാവും, നിങ്ങൾക്ക് വളരെ പ്രിയപ്പെട്ട ഒരാൾ നഷ്ടമായിട്ടുണ്ടാവാം, അല്ലെങ്കിൽ ഭയങ്കര സെൽഫ് ഡൗട്ട് ആയിരിക്കാം. ആൻഡ് ഈ മൊമെൻറ്റ്സിലൊക്കെ തോറ്റു പോകുന്നതായിട്ട് തോന്നാം, ക്വിറ്റ് ചെയ്യാൻ തോന്നാം. ബട്ട് ഓരോ തവണയും നിങ്ങൾ മുന്നോട്ട് പോകാൻ തീരുമാനിക്കുമ്പോൾ നിങ്ങളുടെ സ്വന്തം കഥ നിങ്ങൾ മാറ്റി എഴുതുകയാണ്. തോറ്റു കൊടുക്കാൻ തയ്യാറല്ല എന്ന് ലോകത്തിന് മുന്നിൽ കാണിച്ചു കൊടുക്കുകയാണ്. അങ്ങനെയുള്ളതാവണം നിങ്ങളുടെ കമ്മിറ്റ്മെൻറ്റ്. നോ മാറ്റർ വാട്ട്, നെവർ ക്വിറ്റ്. ഇമാജിൻ, നിങ്ങൾ പിന്നീട് എപ്പോഴെങ്കിലും നിങ്ങളുടെ ഈ ഒരു മൊമെൻറ്റിലേക്ക് തിരിഞ്ഞു നോക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും, നിങ്ങൾ അനുഭവിച്ച ഓരോ സ്ട്രഗിളും നിങ്ങളെ ബ്രേക്ക് ചെയ്തിട്ടില്ല, പകരം കൂടുതൽ സ്ട്രോങ് ആക്കുക മാത്രമേ ചെയ്തിട്ടുള്ളൂ എന്ന്. ഓരോ കണ്ണുനീരും, അനുഭവിച്ച ഓരോ ബുദ്ധിമുട്ടുകളും മുന്നോട്ടുള്ള പാതയിലേക്കുള്ള ചവിട്ടുപടികൾ മാത്രമായിരുന്നു, വിജയത്തിലേക്കുള്ള ചവിട്ടുപടികൾ. നിങ്ങളൊരു സർവൈവർ മാത്രമല്ല, യു ആർ എ വാരിയർ. നിങ്ങളൊരു പോരാളിയാണ്. മുറിവേറ്റ പാടുകളൊക്കെ അഭിമാനത്തിൻ്റെ പൊൻതൂവലാക്കി മാറ്റുന്ന ആൾ. നിങ്ങൾ അനുഭവിക്കുന്ന പെയിനൊന്നും പെർമനൻ്റ് അല്ല, അതെല്ലാം നിങ്ങളുടെ കഥയിലെ ഒരു ടെമ്പററി ആയിട്ടുള്ള ചാപ്റ്റർ മാത്രമാണ്. നിങ്ങൾ ഉണ്ടാക്കിയെടുക്കുന്ന സ്ട്രെങ്ത് ലൈഫ് ലോങ് നിങ്ങളുടെ കൂടെ ഉണ്ടാവും. വിത്ത് എവറി ഫാൾ യു റൈസ് അഗെയിൻ, ബിക്കമിങ് മോർ റെസിലിയൻറ്റ്, മോർ എംപവേർഡ്. ഓർക്കുക, ഏറ്റവും ഹാർഷ് ആയിട്ടുള്ള സ്ഥലത്താവും ഏറ്റവും ഭംഗിയുള്ള വളർച്ച ഉണ്ടാവുന്നത്. ആൻഡ് ഒന്നുകൂടി ഓർക്കുക, നിങ്ങളിത് ഒറ്റയ്ക്ക് ഫേസ് ചെയ്യണമെന്നില്ല. ഹെൽപ്പ് ചോദിക്കാം നിങ്ങളുടെ ഫ്രണ്ടിനോട്, ഫാമിലി മെമ്പറോട്, ഓർ മെൻറ്ററോട്. നിങ്ങൾ സ്ട്രഗിൾസ് ഷെയർ ചെയ്യാം, ആൻഡ് അവർ നിങ്ങളുടെ വേർത്തിനെ കുറിച്ച് റിമൈൻഡ് ചെയ്യാം. കമ്മ്യൂണിറ്റി ഇസ് എ പവർഫുൾ ഫോഴ്സ്. ഒരു ഡീപ്പായിട്ടുള്ള ബ്രെത്ത് എടുക്കുക, കരുത്തിനെ ഉള്ളിലേക്ക് എടുക്കുക, സംശയത്തെ പുറത്തേക്ക് വിടുക. പെയിൻ ഉണ്ടാവും, അപ്പം അതും പറഞ്ഞ് ക്വിറ്റ് ചെയ്യാതെ പകരം അതിനെ ഫ്യൂവലാക്കി മാറ്റുക. മുന്നോട്ട് നിങ്ങളെടുക്കുന്ന ഓരോ സ്റ്റെപ്സും വിജയത്തിന് തുല്യമാണ്. റൈറ്റ് ഡൗൺ യുവർ ഗോൾസ്, വിഷ്വലൈസ് യുവർ സക്സസ് ആൻഡ് റിമൈൻഡ് യുവർ സെൽഫ് ഡെയിലി ഓഫ് യുവർ പൊട്ടൻഷ്യൽ. നിങ്ങൾക്ക് കഴിയും. ലെറ്റ്സ് റൈസ് ടുഗദർ ആൻഡ് ലെറ്റ്സ് കീപ് മൂവിങ് ഫോർവേഡ്. സ്വയം വിശ്വസിക്കുക. ദ ഫ്യൂച്ചർ ഈസ് ബ്രൈറ്റ് ആൻഡ് ഇറ്റ്സ് വെയിറ്റിംഗ് ഫോർ യു.